കണ്ണു തുറന്ന് കാതു തുറന്ന് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന സമയത്ത് ലോകത്താകമാനം ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം മാത്രമാണ്. ഭരണകൂട ഒത്താശയോടെ ഇന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവ വേട്ട കേവലം വിശ്വാസികൾ നേരിടുന്ന പ്രശ്നം മാത്രമല്ല, അത് ഭരണഘടനാപരമായ ഒരു പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടനയെ അവമതിക്കുന്നു ഇന്ത്യയിലെ ഭരണാധികാരികൾ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നു എന്നത് ഒരു പുതിയ വാർത്തയല്ല. ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലും 2 കന്യാസ്ത്രീകൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാവുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം അവിടുത്തെ അധികാരികൾ ഈ കന്യാസ്ത്രീകളെ തുറങ്കിലടക്കുകയാണ്. ഇന്ത്യയിലെമ്പാടും അരങ്ങേറുന്ന ക്രൈസ്തവ വേട്ടയെ കണ്ടില്ലെന്ന് നടിക്കുന്നു, അഥവാ ഒന്നും തിരിച്ചറിയുന്നില്ല എന്ന മട്ടിലായിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സഭാ നേതൃത്വം എന്ന് നമുക്ക് കാണാൻ കഴിയും. കടമ്പനിട്ട രാമകൃഷ്ണന്റെ ഒരു കവിതയുണ്ട്. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുമ്പോൾ കണ്ണു വേണം അടയാത്ത കണ്ണ്. ആനുകാലിക ജീവിത പരിസരങ്ങളെ എങ്ങനെ കാണണമെന്ന് ഈ കവിതാശകലൻ നമ്മോട് പറയുന്നുണ്ട്. മുകളിലും താഴെയും കണ്ണു വേണം, ചുറ്റുവട്ടത്തെ കണ്ണു വേണം, മാത്രം പോരാ, അടയാത്തൊരു ഉൾക്കണ്ണ് വേണം. നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കുന്ന മട്ട് കണ്ണടച്ച് കഴിയുന്നവരാണ് ഇന്ന് കേരളത്തിലുള്ള വിശ്വാസികളിൽ ഒരു പങ്ക്. അത് പ്രധാനമായും നേതൃപരമായ പങ്ക് അതിനകത്തുണ്ട് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായ ഒരു സംഭാഷണ ശകലം ഒരു സഭാ നേതൃ ശുശ്രൂഷയുടേതായിട്ടുണ്ട്. ആ ഭാഗത്ത് മുഴുവൻ പറയുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനത്തെ കുറിച്ചാണ്. ലോകത്തെമ്പാടും ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റുകളാണ് ക്രൈസ്തവരെ ലോകത്ത് അധികം പീഡിപ്പിക്കുന്നത്. പക്ഷെ ആ രാജ്യങ്ങളൊക്കെ മതരാഷ്ട്രങ്ങളാണ്. മതരാഷ്ട്രങ്ങളിൽ മറ്റു മതസ്ഥർ വേട്ടയാടപ്പെടുന്നത് സ്വാഭാവിക പ്രകൃതിയാണ്. ഇസ്രായേലിലും ക്രൈസ്തവർക്കെതിരായ പീഡനമുണ്ട്. ക്രൈസ്തവരെ കാണുമ്പോൾ തുപ്പുന്നുണ്ട്. അവർക്ക് യേശുവിന്റെ ചിത്രം പോലും അവർ ജോലിക്ക് പോകുന്നിടങ്ങളിൽ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഈ പീഡനങ്ങളൊക്കെ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ക്രൈസ്തവ പീഡനം നടക്കുന്നു എന്നത് സാമാന്യമായി ഇത്തരത്തിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യമല്ല. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തെയും മതപരമായ അവകാശങ്ങളെയും നിഷേധിക്കാൻ ഒരു ഭരണകൂടം രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളുമായി ഒത്തുചേർന്ന് ഒരുക്കുന്ന കെണികൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ പൗരത്വത്തോട് തന്നെ നാം ചെയ്യുന്ന ഒരു അധാർമിക പ്രവൃത്തിയായിട്ട് മാറും. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് സുവിശേഷം പറഞ്ഞാൽ പോരെ, സുവിശേഷമല്ലേ പറയേണ്ടത്. സുവിശേഷം എന്നത് കേവലമായി ഒരു ഭാവനാത്മകമായ കാര്യമല്ല, ആശയപരമായ കാര്യമല്ല. ഒരു ജീവിത യാഥാർത്ഥ്യത്തിനകത്ത് നാം എപ്രകാരമായിരിക്കുന്നു എന്നതിനെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒന്നാണ് സുവിശേഷം. നമ്മുടെ ജീവിത പരിസരത്ത് അരങ്ങേറുന്ന അകൃത്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതും വാസ്തവത്തിൽ സുവിശേഷ വിരുദ്ധമായ പ്രവൃത്തിയാണ്. വിശ്വാസം പ്രഘോഷിക്കുകയാണ് നമ്മുടെ കടമ. നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ മിഷണറിമാരാണ്. മിഷണറിമാരായ നമ്മൾ ഈ രാജ്യത്ത് നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാൻ വിളിക്കപ്പെടുന്നു. വിശ്വാസം പ്രഘോഷിക്കുന്നത് ഇനി സാധ്യമാകുമോ? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ കഴിഞ്ഞ ദിവസം ആൾക്കൂട്ടം, ബജറംഗദളിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കൂട്ടം വിചാരണ ചെയ്യുന്നു. യാത്രാവേളയിൽ 2 പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഈ പറഞ്ഞ ബഹളം ഉണ്ടാകുന്നത്. TTR തന്നെ അറിയിപ്പ് കൊടുത്തിട്ടാണ് ഈ ബജറംഗദൾ പ്രവർത്തകർ അവിടെ വരുന്നത്. അതായത് ഈ ഭരണശൃംഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നതാണ് ഈ പറഞ്ഞ ഫ്രിഞ്ച് എലിമെന്റുകൾ. അത് ഹനുമാൻ സേനയായാലും ബജറംഗദളായാലും ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ ഭരണകൂടത്തിന്റെ ഒത്താശയോടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പോലീസ് എത്തുന്നു. ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം പോലീസ് ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കുന്നു. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ടാണ്. യഥാർത്ഥ രേഖകളൊക്കെ കയ്യിലുണ്ടായിരിക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ അറിവോടെ രേഖകളോടെ മറ്റിടത്ത് ജോലിക്ക് പോകുന്നു.
അത് സഭാസ്ഥാപനങ്ങളിലാണ് ജോലിക്ക് പോകുന്നത്. അവരെ കൊണ്ടുപോകുന്ന കന്യാസ്ത്രീകളെയാണ് വഴിയിൽ തടഞ്ഞു വെച്ച് ഇപ്രകാരം അന്യായമായി അവരുടെ മേൽ കുറ്റം ആരോപിച്ചുകൊണ്ട് അവരെ തടവിലേക്ക് വിടുന്നത്. കേരളത്തിൽ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ താനിതിൽ ഇടപെട്ടു എന്ന് പറയുകയാണ്. എന്നിട്ട് പറയാണ് കുറ്റവാളികളെ ശിക്ഷിക്കണം, നിരപരാധികളെ വെറുതെ വിടണം എന്ന് താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരാണ് കുറ്റവാളികൾ? പറയുന്നത് കന്യാസ്ത്രീമാരെ രക്ഷിക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടു എന്ന നിലയ്ക്കാണ്. പക്ഷെ വാസ്തവത്തിൽ ആ പറഞ്ഞ പ്രസ്താവത്തിനകത്തുള്ളത് എന്താണ്? അത് കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ കുറ്റവാളികളായി അവിടുത്തെ ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുള്ളത് ഈ 2 കന്യാസ്ത്രീമാരെയാണ്. അതായത് ക്രൈസ്തവ പീഡനം ഇന്ത്യയിലെമ്പാടും നടക്കുന്നുണ്ട്. ആ എമ്പാടും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ സംഘപരിവാറിൻ്റെതാണ്. അത് ഭരണകൂട ഒത്താശയോടെയാണ്. അത് ഭരണകൂടത്തിന്റെ താല്പര്യമാണ്. കേരളത്തിലും ഗോവയിലും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരിക്കുന്നിടങ്ങളിലൊക്കെ അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കേരളത്തിലും ഗോവയിലും BJPക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി സമാഹരിച്ചാൽ അധികാരത്തിലെത്തിച്ചേരാമെന്ന പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഇവിടെ കേക്കും വൈനും കിരീടവും ഒക്കെ ആയിട്ട് വരുന്നു. ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വിവേകമുള്ളവരായിരിക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ പാകിസ്ഥാനിലാണ് പ്രശ്നം, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ എത്ര സ്വതന്ത്രരാണ് നമ്മൾ. കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രവൃത്തിയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 നൽകുന്ന അവകാശമാണ് സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം. ഇന്ത്യയിൽ ഒരു കേസ് പോലും നിർബന്ധിത മതപരിവർത്തനമായി ഇതുവരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് മതപരിവർത്തന നിയമം കൊണ്ടുവരുന്നു. അതേപോലെ ഇത്തരത്തിൽ ഗൂഢമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മിഷണറിമാരെ പീഡിപ്പിക്കുന്നു. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ, കഷ്ടപ്പെടുന്ന ജനങ്ങൾ, ഉത്തരേന്ത്യയിൽ പോയിട്ടുള്ളവർക്കറിയാം, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത, വിദ്യാഭ്യാസത്തിന് നിവൃത്തിയില്ലാത്ത സാധാരണ ജനങ്ങളെ സഹായിക്കാനായി അവിടെ മിഷണറിമാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ തടയുന്നതിന് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ പീഡനമാണ്. ഈ ക്രൈസ്തവ പീഡനത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങും കുഴപ്പമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് സംഘപരിവാറിന് ഒത്താശ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന കാസ അടക്കമുള്ളവരും അതേപോലെ സഭാ നേതൃത്വമുള്ള ചില ആളുകളും പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സഭാ സമൂഹത്തെ ആകെ ഒറ്റുകൊടുക്കാനാണ് എന്ന കാര്യം ഓർക്കണം. നാം ചെയ്യുന്ന പ്രവൃത്തി അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും വിശ്വാസവിരുദ്ധമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ സാക്ഷീകരിക്കേണ്ട ജീവിതത്തെ തടഞ്ഞു വെക്കുകയാണ്. നാം അറിയാതെ തന്നെ ആട്ടിൻതോലിട്ട ചെന്നായിക്ക് വിധേയപ്പെടുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് അതൊരു സുവിശേഷ ഭാഗം തന്നെയായിട്ട് വരും. സുവിശേഷം കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആട്ടിൻതോലണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം ചോദിക്കുകയാണ്, ചെന്നായ്ക്ക് കുഞ്ഞാടിനോട് എന്ത് ബന്ധം? പാപിക്ക് വിശ്വാസിയോട് അത്രയുമേ ബന്ധമുള്ളൂ. കേരളത്തിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാനായി വരുന്ന ആളുകൾ കുഞ്ഞാടിന്റെ വേഷം ധരിച്ചു വരുമ്പോൾ തിരിച്ചറിയണം, ചെന്നായ്ക്ക് കുഞ്ഞാടിനോട് ഒരു ബന്ധമേ ഉള്ളൂ, അത് കൊന്നു തിന്നുക എന്നുള്ളതാണ്. ഇന്ത്യയിലെമ്പാടും അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് കാണാതെ കണ്ണടച്ചുകൊണ്ട് മുസ്ലിം വിരോധം എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി അതിന്റെ മറവിൽ നമ്മുടെ വിശ്വാസത്തെ ആക്രമിക്കുന്ന, വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് വിടുപണി ചെയ്യുന്നത് അബദ്ധമാണ്. ഗോൾവർക്കർ വിചാരധാരയിൽ പറഞ്ഞ 3 ശത്രുക്കളിൽ 2ാമത്തെ ശത്രു ക്രിസ്ത്യാനികളാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും അവരാണ് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് ഗോൾവർക്കർ പറയുന്നുണ്ട്. പിന്നീട് മോഹൻ ഭഗവത് അത് 5ആക്കി മാറ്റുന്നുണ്ട്. മക്കോളൈസം, മിഷണറിസം എന്ന് പറഞ്ഞുകൊണ്ട് 5 വിഭാഗങ്ങളെ പറയും. മുസ്ലിം എക്സ്ട്രീമിസം എന്നൊക്കെ പറയുന്ന 5 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് മിഷണറിസമാണ്, മിഷണറി പ്രവർത്തനമാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയെയാണ് അത് ഉന്നം വയ്ക്കുന്നത്. ഓരോന്നായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ചരടുകൾ വലിക്കുന്നു. നവഫാസിസം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് മറച്ചു വെച്ചിട്ട് ക്രൈസ്തവരെ പ്രീണിപ്പിക്കുന്നവരായി, ചേർത്ത് പിടിക്കുന്നവരായി ഭാവിക്കുകയാണ് കേരളത്തിൽ. ഇത് തിരിച്ചറിയാതെയാണ് നമ്മുടെ ആളുകൾ ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ ഭാവം തിരിച്ചറിയാതെ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് പോകുന്നത്. ഇപ്പോ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇപ്പൊ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഈ ഹിന്ദുത്വ വർഗീയതയുമായി ചേർന്ന് പോകാനുള്ള ശ്രമങ്ങൾ പല പ്രകാരങ്ങളിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇതൊരു അന്ധതയാണ്. ഈ അന്ധത അപകടകരമാണ്. അത് നമ്മുടെ വിശ്വാസ പ്രഘോഷണ മേഖലയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം
ഒരുക്കൂട്ടിയിട്ടുള്ളതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 15-ാം തിരുവചനം പറയാണ്, ആട്ടിൻതോലണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണവർ. ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നത് ചിന്ത്യമാണ്. രാഷ്ട്രീയ ഹിന്ദുത്വയെ പ്രീണിപ്പിക്കുന്നൊരു നിലപാടെടുക്കുന്നു, അതിന് ഒരു മുസ്ലിം വിരോധം സൃഷ്ടിച്ചെടുക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ പ്രതികൂലം ഉണ്ടാകുക സ്വാഭാവികമാണ്. അടികൊള്ളും, കുരിശിലേറ്റപ്പെടും, തർക്കമൊന്നുള്ള കാര്യമില്ല. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നത് ചെന്നാക്കളുടെ ഇടയിലേക്കാണ്. മതമർദ്ദനവും പീഡനവും സഭ നേരിടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല. ഇപ്പോഴും ലോകത്തെമ്പാടും ഇസ്ലാമിസ്റ്റുകളും വിവിധ കക്ഷികളും തിരുസഭയെ പീഡിപ്പിക്കുന്നുണ്ട്, വിശ്വാസികളെ പീഡിപ്പിക്കുന്നുണ്ട്, പ്രഘോഷകരെ കൊന്നൊടുക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമുള്ള കാര്യമല്ല. ലോകത്ത് അപ്രകാരമൊക്കെ സംഭവിക്കുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ചും മതാധിഷ്ഠിതമായ രാജ്യങ്ങളാണ്, മതരാജ്യങ്ങളാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടെ ഒരു ജനാധിപത്യമുണ്ട്, മതനിരപേക്ഷതയുണ്ട്. ആ മതനിരപേക്ഷതയും ജനാധിപത്യവും നഷ്ടപ്പെട്ടു പോകുന്നുവെന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നോക്കിക്കാണുന്നത് തെറ്റായ കാര്യമാണ്. നമുക്ക് രണ്ട് പൗരത്വമുണ്ട്. ഒന്ന് നാം ജനിച്ച ഈ നാട്ടിലെ ഭൗതികമായ പൗരത്വമാണ്, ഒന്ന് ഐഹികമല്ലാത്തൊരു പൗരത്വമാണ്. ഐഹികമായ പൗരത്വം നമുക്കുണ്ട്. അതേസമയം തന്നെ നിലനിൽക്കുന്ന രാജ്യത്ത് സ്വതന്ത്രരായി ജീവിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട്. ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വാസ്തവത്തിൽ നാം നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ്. അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, ഇന്ത്യൻ ഭരണഘടനയെ ബാധിക്കുന്ന കാര്യമാണ്. ഓരോ വിശ്വാസിയും സത്യം പറയാൻ വിളിക്കപ്പെടുന്നു, സത്യപക്ഷത്ത് നിൽക്കാൻ വിളിക്കപ്പെടുന്നു. അങ്ങനെ സത്യപക്ഷത്ത് നിൽക്കാൻ വിളിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയും ഭരണകൂടത്തെ ഭയന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രീണനത്തിന് വിധേയമായോ നീതിക്ക് നിഷേധമായി പ്രവർത്തിക്കുമ്പോൾ സത്യസുവിശേഷം പ്രസംഗിക്കാൻ യോഗ്യതയില്ലാത്തവരായിട്ട് മാറും. സ്നാപകൻ ലോകത്തെ ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് വരുന്നയാളാണ്, അനുതാപം പ്രസംഗിച്ച് വരുന്നയാളാണ്. പക്ഷെ അതേസമയം തന്നെ സമൂഹ മധ്യത്തിൽ അന്ന് നിലനിൽക്കുന്ന ഒരശുദ്ധിയെ, ഒരു തിന്മയെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. അത് ഹെറോദേസിനെതിരായിട്ടാണ്. ശിരസ് വരെ അറ്റുപോകാൻ ഇടയാകുന്ന ഒരു ആരോപണം ഹെറോദേസിനെതിരെ ഉന്നയിക്കാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല സ്നാപകൻ സത്യപക്ഷത്ത് നിൽക്കുന്നു എന്നതിന്റെ തെളിവ് അത് തന്നെയാണ്. ജീവനെ തൃണവൽഗണിക്കുന്നു, എന്നിട്ട് സത്യം പറയുന്നു. അപ്പോ വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും സത്യം പറയാൻ വിളിക്കപ്പെടുന്നു. ആ സത്യം പറയാൻ വിളിക്കപ്പെടുന്ന നമ്മൾ എന്തുകൊണ്ടാണ് ഒരസത്യത്തെ മറയാക്കി ഇവിടെ എല്ലാം നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല, സംഘപരിവാർ നമ്മുടെ സ്നേഹിതരാണെന്ന് അവർ തുറത്ത് കയറുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന് പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കൂട്ടിച്ചേർക്കലായി മത്തായി വേറൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം, പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. സർപ്പത്തെ പോലെ വിവേകികളായിരിക്കണം എന്ന് പറഞ്ഞാൽ പറയണത് കേട്ട് വിശ്വസിക്കരുതെന്നാ, ബാഹ്യമായ കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കരുതെന്നാ. സർപ്പത്തിന് കാതില്ല, അത് പ്രപഞ്ചത്തിലെ ചലനങ്ങളെ അറിയുന്നു. ആ ചലനങ്ങൾക്കനുസരിച്ച് അത് ആന്തരികമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയുന്നു. ചലനങ്ങളെ അറിയണം. ഇന്ത്യയിലെമ്പാടും ക്രൈസ്തവ പീഡനം നടക്കുന്നു. ഏത് സംസ്ഥാനത്താണ് പീഡനം ഇല്ലാത്തത്? ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ കേരളത്തിലേക്കും കടന്നു വന്നില്ലേ ക്രൈസ്തവ ആഘോഷങ്ങൾക്കെതിരായ പ്രവർത്തികൾ? ഇന്ത്യയിൽ ഇതേപോലെ രൂക്ഷതരമായ പ്രവർത്തികളാണ്. ഉത്തർപ്രദേശിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ വേട്ടകൾ നടക്കുന്നുണ്ട്. അതിക്രൂരമായ വേട്ടകൾ മണിപ്പൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്, സജീവ യാഥാർത്ഥ്യങ്ങളാണ്. ഈ പീഡനങ്ങളൊക്കെ കാണുമ്പോൾ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം കേൾക്കുന്നത് മധുരതരമായ ശബ്ദമാണ്. ഈ സംഗീതം ഒളിപ്പിക്കുന്നത് കൊലവിളികളെയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സർപ്പങ്ങളുടെ വിവേകമുണ്ടാകണം. ഈ പ്രവൃത്തികളുടെ അടിസ്ഥാന സ്വഭാവത്തെ തിരിച്ചറിയണം. വിചാരധാരയെ ഓർക്കണം. മോഹൻ ഭാഗവത് 5 എമ്മുകളാണ് ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ അതിലൊന്ന് മിഷണറിസമാണ്, ഒന്ന് മെറ്റീരിയലിസമാണ്, ഒന്ന് മൊക്കോളയിസമാണ്, അത് എക്സ്ട്രീം മുസ്ലിമിസമാണ്. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മിഷണറിസം. ആഭ്യന്തര ശത്രുക്കളെന്ന് 3ആയിട്ടാണ് ഗോൾവാർക്കർ പറഞ്ഞതെങ്കിൽ ഭാഗവത് അത് 5ആക്കി മാറ്റുന്നുണ്ട്. അവിടെ പ്രധാനപ്പെട്ടതായി ക്രൈസ്തവ മിഷണറി പ്രവർത്തനം വരുന്നുണ്ട്. ഈ മിഷണറിമാർ എന്താണ് ചെയ്യുന്നത്?
ഇന്ത്യയിലെ ആളുകളെ മുഴുവൻ പിടിച്ച് ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെമ്പാടും പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിനകം തന്നെ ഇന്ത്യയിലെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷത്തെയും ക്രൈസ്തവവൽക്കരിക്കേണ്ടതായിരുന്നു. കാരണം എന്താണ്? തീരാ പട്ടിണിയും ഇല്ലായ്മയും അടിമത്തവും ഉച്ചനീചത്വവും ദളിത് പഠനവും ഒക്കെ അരങ്ങേറുന്ന സ്ഥലങ്ങളിലാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ പ്രവർത്തിക്കുന്നത്. അവർ അവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ്. അവരെ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടല്ല, മാമോദീസ മുക്കിക്കൊണ്ടല്ല. അത് കത്തോലിക്ക സഭയുടെ അജണ്ടയിലുള്ള കാര്യമല്ല. ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ഒരാൾ എനിക്ക് ക്രിസ്തുവിനെ വേണമെന്ന് പറയുമ്പോൾ മാത്രമാണ് കത്തോലിക്ക സഭയിൽ ഒരാൾ അംഗമായിട്ട് എടുക്കുക. അതല്ലാതെ ഓടിച്ചിട്ട് പിടിച്ച ആളുകളെ ക്രിസ്ത്യാനിയാക്കുക എന്ന് പറഞ്ഞ പരിപാടി നടപ്പുള്ള കാര്യമല്ല. ക്രൈസ്തവ മാനവികതയിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ അയാൾക്ക് മനംതിരിവുണ്ടാകണം. അയാൾ നാഥനും രക്ഷകനുമായ ക്രിസ്തുവിനെ സ്വീകരിക്കണം. പീഡനങ്ങൾ നേരിടാനും കഷ്ടതകളെയും ഞെരുക്കങ്ങളൊക്കെ അംഗീകരിക്കാനും ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാനും തീരുമാനിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പരമ്പരാഗതമായി ക്രൈസ്തവരായിട്ടുള്ള നമുക്കൊരു പക്ഷെ മനസ്സിലാവാത്ത കാര്യമാണ്. പക്ഷേ ഒരാൾ ക്രൈസ്തവനായി തീരുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ക്രൈസ്തവരായി തീരുന്ന ആളുകൾ നിർബന്ധിതമായിട്ടാണ് മതപരിവർത്തനത്തിലേക്ക് വരുന്നത് എന്ന ഒരു കപട ആരോപണം അവരുടെ മേൽ കെട്ടിവെക്കപ്പെടുന്നു. അങ്ങനെ ക്രൈസ്തവ പീഡനത്തിനുള്ള പഴുതുകൾ തേടുകയാണ്. മധ്യപ്രദേശിൽ ഈ അടുത്ത് ക്രിസ്ത്യൻ പുരോഹിതർ പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പൊ ഛത്തീസ്ഗഡിൽ നമ്മൾ കാണുന്ന സംഭവത്തിന് മുൻപ് ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നു. സർപ്പത്തെപ്പോലെ വിവേകം നമുക്കില്ല, കാര്യങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നതനുസരിച്ച് വിശ്വസിക്കുകയാണ്, കേരള സ്റ്റോറിയിൽ അഭിനമിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് കടന്നു വന്നാൽ നമുക്ക് കാണാം, നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകണം. അതായത് ഈ പീഡനം നടത്തുന്നവരോടും എതിർക്കാനോ യുദ്ധം ചെയ്യാനോ അല്ല നമ്മൾ പോകുന്നത്, സ്നേഹിക്കാൻ മാത്രമാണ്. പക്ഷേ സത്യം തുറന്നു പറയണം, സത്യം ലോകത്തോട് തുറന്നു പറയണം. ഇവിടെ ഇങ്ങനെ പീഡനം നടക്കുന്നുണ്ട്, ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന പ്രവൃത്തിയാണ് വരുന്നത്. അതിനുള്ള ചില കാര്യങ്ങളും ചില രേഖകളും വസ്തുതകളുമാണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഇന്ത്യയിൽ ആകെ ഇങ്ങനെ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുമ്പോഴും അവർ മാതാവിന് കിരീടവുമായിട്ട് വരും. അവരുടെ കയ്യിൽ കുരുത്തോല കാണും. അവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അവർ വീഞ്ഞുകുപ്പികളും കേക്കുകളുമായി നിങ്ങളെ നോട്ടമിടുന്നു. അത് നിങ്ങളുടെ രക്തം കുടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സഭാശ്രേഷ്ഠന്മാരെ വിളിച്ച് വിരുന്ന് സൽക്കാരം നടത്തുന്നു. വിരുന്ന് സൽക്കാരത്തിൽ അവർ അഭിനയിക്കുന്ന നേരത്ത് നമ്മുടെ കുഞ്ഞാടുകളുടെ രക്തം അവർ തെരുവിൽ കുടിക്കുന്നു. ഈ കാര്യം തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നത് ഈ വസ്തുതകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തും. ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ഇത്തരം വേട്ടകളെയും പീഡകളെയും സഭ തിരിച്ചറിയുന്നുണ്ടോ? ഏതായാലും തിരിച്ചറിയുന്ന മട്ടില്ല. ഇപ്പോ ഒന്ന് രണ്ട് ഇടങ്ങളിൽ നിന്നൊക്കെ അനുരണനങ്ങൾ വരുന്നുണ്ട്. ഇത് ചെയ്ത് ശരിയായില്ലെന്നൊക്കെ വരുന്നുണ്ട്. CBCI ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ട്. അവിടെ സമരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഇത് തിരിച്ചറിയപ്പെടുന്നുണ്ടാകാം. പക്ഷെ തിരിച്ചറിയുന്ന ഭാവം നടിക്കുന്നില്ല. ഉറക്കം നടിക്കുന്നവർ ഉണർത്താൻ എളുപ്പമല്ല. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ഗാസ പോലുള്ള ഫ്രിഞ്ച് എലമെന്റുകളുമായി കൂട്ടുചേർന്നും ചില സഭാശ്രേഷ്ഠന്മാരുടെ ഒത്താശയോടും കൂടി ഒരു മുസ്ലിം വിരോധം വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ നമ്മുടെ ശത്രുക്കൾ ഇവരാണ് എന്ന് പറഞ്ഞ് മുൻപിൽ കൊണ്ടു നിർത്തുന്നു. യഥാർത്ഥത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന, ചോര കുടിക്കുന്ന സംഘപരിവാർ ശക്തികളെയും അതിലെ ഫ്രിഞ്ച് എലമെന്റുകളെയും അതിനൊത്താശ ചെയ്യുന്ന ഭരണകൂടത്തിന്റെ പ്രവൃത്തികളെയും നാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇത് അബദ്ധമാണ് എന്ന് തിരിച്ചറിയണം. നമുക്ക് കുറച്ച് പിന്നോട്ടൊക്കെ പോയി ചിന്തിക്കാം. 2011 ജാർഖണ്ഡിൽ സിസ്റ്റർ വത്സ ജോണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. BJP ആണെന്ന് സംസ്ഥാനം ഭരിക്കുന്നത്. അർജുൻ മുണ്ടയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. എന്തിനാണ് സിസ്റ്റർ വത്സ ജോണിനെ കൊന്നത്? ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിൽ കൽക്കരി ഖനനം നടത്തുന്ന തീരുമാനം വരുന്നു. ആ തീരുമാനത്തിനെതിരെ അവിടുത്തെ ആദിവാസികൾ സംഘടിക്കുന്നു. ആദിവാസി പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സിസ്റ്റർ വത്സ ജോൺ തീരുമാനിക്കുന്നു. ഇതാണ് കാര്യം. അതിനവർ താമസിച്ചിരുന്ന വീടിനകത്ത് കയറി അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ആദിവാസികൾ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിൽ. ആ ആദിവാസികൾക്ക് അവരുടെ ആവാസ ഭൂമി നഷ്ടപ്പെടുന്ന രീതിയിൽ മുതലാളിത്തവുമായി ചേർന്ന് നവഫാസിസ്റ്റ് സർക്കാർ നടത്തുന്ന ഒരു പ്രവർത്തനത്തെ തടയുന്നതിന് വേണ്ടി സംഘടിച്ച ജനത്തോടൊപ്പം നിന്നു വന്ന കുറ്റമാണ് സിസ്റ്റർ വത്സ ജോണിനുള്ളത്. രണ്ട് ശത്രുത ഒരാളെ തീർക്കാൻ പറ്റും. ആദിവാസികളോട് ചേർന്ന് നിൽക്കുന്നു, അതിന്റെ ശത്രുതയും അവർ മിഷണറിയാണ് എന്ന ശത്രുതയും. അങ്ങനെ സിസ്റ്റർ വത്സ ജോണിനെ അവർ കൊന്നുകളഞ്ഞു. നമ്മൾ മൗനം പാലിച്ചു. കുറച്ചും കൂടി പിന്നിലേക്ക് പോയി 2008 ഒഡീഷയിൽ നടന്ന ആക്രമണം നമുക്കറിയാം. അന്ന് 90 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് 395 ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. 5600 ക്രൈസ്തവ ഭവനങ്ങൾ, വീടുകൾ
അഗ്നിക്കിരയാക്കപ്പെട്ടു. 13 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു. അന്ന് അവിടുന്ന് അനേകർ പലായനം ചെയ്തു, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ. ഒഡീഷയിലെ കണ്ടമാലിലുണ്ടായ ആ അതിക്രമം, ക്രൈസ്തവ വേട്ട നമ്മൾ മറന്നുപോയി. നമ്മൾ എപ്പോഴും മറവിയുടെ പക്ഷത്താണ്. നമ്മൾ ഓർത്തെടുക്കുന്നില്ല, ഒന്നും മനഃപൂർവ്വം അവഗണിക്കുകയാണ്. ഈ പീഡനങ്ങളെ വില കുറച്ച് കാണുകയാണ്. കഴിഞ്ഞ 2023 മണിപ്പൂരിൽ നടന്ന കലാപം നമുക്കറിയാം. അവിടെ 247 ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, 200-ലേറെ പേർ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ മാനഭംഗത്തിന് വിധേയരായി. അങ്ങനെ ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ മാനം തകർക്കുന്ന രീതിയിൽ ക്രൈസ്തവ യുവതികളെ നഗ്നരാക്കി വഴിയിലൂടെ നടത്തി ബലാത്സംഗം ചെയ്തു. ഇത്തരം പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടും നമ്മളത് മറന്നുകളഞ്ഞു. നമ്മൾ 24-ൽ തൃശ്ശൂരിൽ നിന്ന് ഒരു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2020 നടന്നൊരു സംഭവം നമുക്കൊട്ട് മറക്കാവുന്നതല്ല. ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തു. ജാർഖണ്ഡിലാണ്. ഭീമ കൊരേഗാവ് അക്രമവുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തു. 84 വയസ്സുള്ള വന്ധ്യവയോധികനായ ആദിവാസികൾക്കിടയിൽ അവർക്ക് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റാൻ സ്വാമി. എന്തിനാണ് ക്രൈസ്തവർ പ്രവർത്തിക്കുന്നത് മനസ്സിലായില്ലേ? ആദിവാസികൾക്ക് അവരുടെ ഭൂമി കിട്ടാൻ, അവർക്ക് ജീവിക്കാൻ അവകാശം കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ സമരമാർഗത്തിലായിരുന്ന ഫാദർ സ്റ്റാൻ സ്വാമിയെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. ഒരു സ്ട്രോ പോലും കിട്ടിയില്ല. കഥകളൊക്കെ നമുക്കറിയാം. 4 തവണയാണ് ഈ പറഞ്ഞ സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി ജാമ്യാപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടത്. വിചാരണയില്ലാതെ കിടക്കുകയാണ് തടവുകാർ. ഇന്ത്യയിൽ ഇപ്പോഴും വിചാരണയില്ലാതെ കിടക്കുന്ന തടവുകാരുടെ എണ്ണം 10,000-കണക്കിനാണ്. അങ്ങനെ വിചാരണയില്ലാതെ കിടക്കുന്ന സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെടുന്നു 4 തവണ. അങ്ങനെ 4-ാം തവണ അപ്പോഴും NIA ഈ മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നു, ജാമ്യം കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. പാർക്കിൻസൺസ് രോഗബാധിതനാണ്, ആരോഗ്യ പ്രശ്നമുണ്ട്, വെള്ളം പോലും കൈകൊണ്ടെടുത്ത് കുടിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ തടവിൽ തന്നെ ഇടുക. 4-ാം പ്രാവശ്യത്തെ ജാമ്യാപേക്ഷയുടെ വാദം കേൾക്കുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് അവിടുത്തെ അഡ്വക്കേറ്റ് വരുന്നത്. സ്റ്റാൻ സ്വാമി തടവറയിൽ വെച്ച് മരിച്ചു. അങ്ങനെ തടവറയിൽ കൊല്ലപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയെയും നമ്മൾ മറക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ അധികാരത്തിന്റെ കാൽപാദങ്ങളെ വന്നിച്ച് നമ്മൾ ശിരസ്സുയർത്തി സത്യത്തിലേക്ക് നോക്കാൻ കെൽപ്പില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. ദീപിക പത്രം ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങിങ്ങായ ചില പ്രതിഷേധങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇസ്ലാമിസ്റ്റ് ഭീകരതയുടെ കാര്യങ്ങൾ പറഞ്ഞ്, ലോകത്തെമ്പാടും നടക്കുന്ന അതിക്രമങ്ങൾ പറഞ്ഞ്, ഇന്ത്യയിൽ നടക്കുന്ന പരസ്യമായ നഗ്നമായ ഭരണഘടനാ ലംഘനത്തെയും ഇന്ത്യയിൽ നടക്കുന്ന മതവേട്ടയെയും ക്രൈസ്തവ വേട്ടയെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ്. മാധ്യമപ്രവർത്തകനായ കരൺ താപ്പർ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴുള്ള കാര്യങ്ങളിലെ പഴയ കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോഴത്തെ RSS മേധാവിയായ മോഹൻ ഭാഗവത് വരുന്നതിന് മുൻപ് RSSന്റെ മേധാവിയായിരുന്നു K. സുദർശൻ. ആ K. സുദർശനുമായി ഒരു ഇന്റർവ്യൂ അന്ന് കരൺ താപ്പർ നടത്തുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി കരൺ താപ്പറുമായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് K. സുദർശനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നരേന്ദ്രമോദി പറയുന്നു. അന്ന് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ പോലും മുഖ്യമന്ത്രിയല്ല, RSS പ്രവർത്തകനാണ്. അന്ന് നരേന്ദ്രമോദി 3 ചോദ്യങ്ങൾ K. സുദർശനോട് ചോദിക്കണമെന്ന് കരൺ താപ്പറെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ 3 ചോദ്യങ്ങൾ സവിശേഷമായി എന്താണ് ഇവരുടെ ഉള്ളിൽ ഇരിപ്പ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതാണ് കേരളത്തിൽ. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ടാണ് RSSന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് ഉയരാൻ കഴിയാത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഇത്രയും സംഘശേഷി ഉണ്ടായിട്ടും എന്താണ് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് RSSന് കഴിയാത്തത് കേരളത്തിൽ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ, അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ, ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു പ്രതിരോധം ഏർപ്പെടുത്താനായിട്ട് RSSന് കഴിയാത്തത്? ചോദ്യം വന്ന് നിൽക്കുന്ന എവിടെയാന്ന് നോക്കണം. RSSന്റെ പ്രവർത്തനത്തിലെ കുറവെന്താണെന്ന് ചോദിക്കുന്നു. രണ്ടാമത്, കമ്മ്യൂണിസ്റ്റുകളെ നേരിടാൻ കഴിയാത്തതെന്താണെന്ന് ചോദിക്കുന്നു. മൂന്നാമത് ചോദിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാണ്. ഈ 3 ചോദ്യങ്ങൾ K. സുദർശനോട് ചോദിക്കണമെന്ന്
കരൺ ഥാപ്പറെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നരേന്ദ്രമോദി. ഇത് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പാണ്. അന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആ നരേന്ദ്രമോദിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള അഭിലാഷമാണ് ഈ 3 ചോദ്യങ്ങളിൽ വ്യക്തമായി കാണുന്നത്. ഇടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രാൻസിസ് പാപ്പയെ കാണാൻ പോയി 2021. അങ്ങനെ കാണുന്നതിന് ഒരു 4 ആഴ്ച മുമ്പ് മോഹൻ ഭാഗവത് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ഒരു ആശങ്കാ നിർമ്മാണമാണ്. ഇന്ത്യയിലാകെ ജനസംഖ്യാനുപാതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നു. കുടിയേറ്റം വഴിയും ക്രൈസ്തവ മിഷണറിമാർ മതം മാറ്റുന്നതിലൂടെയും വലിയ ജനസംഖ്യാനുപാതത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു. അത് ഹിന്ദുത്വയെ കീഴ്പ്പെടുത്തുന്നതായിട്ട് മാറുന്നുണ്ട് എന്ന നിലയ്ക്കാണ് ആ പ്രസ്താവം. അതിനെതിരെ സംഘടിക്കണം, എല്ലാവരും ഉണർന്നു വരണം എന്നാണ് മോഹൻ ഭാഗവത് അന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ക്രൈസ്തവ മിഷണറിമാർ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തി ഇന്ത്യയെ തന്നെ വിഴുങ്ങുന്ന രീതിയിലേക്ക് വളരുന്നുണ്ടെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ജനസംഖ്യാ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ന്യൂനപക്ഷമാണ്, നമ്മൾ വളരെ ചെറിയ ആളുകളാണ്. പക്ഷേ നമുക്കെതിരായിട്ട് ശക്തമായ ഈ പ്രതിരോധം തീർക്കാൻ, മിഷണറി പ്രവർത്തനത്തിനെതിരെ തടയാൻ ദീർഘകാലമായ ശ്രമമാണ്. ആ ശ്രമം ശക്തമായി തുടരണമെന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. മാർപ്പാപ്പയെ കാണുന്നതിന് 4 ആഴ്ച മുമ്പ് നടക്കുന്ന കാര്യമാണ്. 2024 തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ആ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ഭൂരിപക്ഷം നേടി. എന്താണ് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്? അത് അതിനു മുൻപ് കേരളത്തിൽ അരങ്ങേറിയ പല ചർച്ചകളും പല കഥകളുമാണ്. കേരളത്തിൽ 15%-ലധികം ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകൾ നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വിജയം വരിച്ചതെന്ന് അന്ന് തന്നെ പത്രമാധ്യമങ്ങളിൽ വാർത്തയായി, ചർച്ചയായി. ഈ ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെയാണ് BJPക്ക് അനുകൂലമായി മറിഞ്ഞത്? ഇന്ത്യയിലെമ്പാടും ഇത്തരം പീഡനങ്ങൾ നടക്കുന്ന അതേ സമയത്താണ് കേരളത്തിൽ ഈ പറഞ്ഞ വിസ്മയം നടക്കുന്നത്. ആ പ്രവർത്തനത്തിനിടയ്ക്ക് സുരേഷ് ഗോപിയോട് മണിപ്പൂരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്ന അവിടെ ആണുങ്ങളുണ്ട്, അതൊക്കെ നോക്കാനാ. ആണുങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയിട്ടില്ല. എവിടെ ചാവടിയന്ത്രം നടന്നാലും ലോകത്തെവിടെയും ഓടിയെത്തുന്ന പ്രധാനമന്ത്രി ഇതുവരെ മണിപ്പൂരിൽ പോയിട്ടില്ല. ഒരക്ഷരം അതിനെക്കുറിച്ച് ഉരിയാടില്ല. കാരണം ഇതെല്ലാം ആസൂത്രിതമാണ്. അപ്പൊ കേരളത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിസ്മയം തീർത്തത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ്? അത് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. 2014 മോദി അധികാരത്തിലെത്തുമ്പോൾ ആദ്യമേ ഉണ്ടായിരുന്നത് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഗർവാപ്പസി നടപ്പിലാകണമെന്ന ഒരു ചിന്തയാണ്. അന്നത് വാർത്തയായി, ചർച്ചയായി, വിവാദമായി. കേരളത്തിലും ഗർവാപ്പസി നടന്നതിന്റെ ചിത്രമൊക്കെ അക്കാലത്തുണ്ട്, ചരിത്രമുണ്ട്. അന്ന് അതിനെക്കുറിച്ച് ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായതുമാണ്. ആ സമയത്താണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രത്യക്ഷമായ അടയാളമില്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ചില സഭാശ്രേഷ്ഠന്മാർ മുമ്പോട്ട് വരുന്നു. കേരളത്തിലാകെ വരുന്നു. കാസ പോലുള്ള ഫ്രഞ്ച് എലിമെന്റുകൾ ഇക്കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നു. അന്ന് ക്രൈസ്തവരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് കാസ നിൽക്കുന്നത്. ആ കാസയെ പിന്താങ്ങാനും താലോലിക്കാനും ആളുകൾ ഉണ്ടായിരുന്നു സഭാ നേതൃത്വത്തിൽ. അതും ഒരു വസ്തുതയാണ്. ആ കാലത്ത് ലവ് ജിഹാദ് വരുന്നു, നക്കോട്ടിക് ജിഹാദ് വരുന്നു. മുസ്ലിമാണ് നമ്മുടെ ശത്രു എന്ന് വരുത്തുന്ന രീതിയിലേക്ക് ഒരു കാര്യം വരുന്നു. ഇസ്ലാമിസ്റ്റുകൾ ലോകത്തെമ്പാടും അതിക്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു ക്രൈസ്തവ വേട്ടയും ഇസ്ലാമിസ്റ്റുകൾ നടത്തിയിട്ടില്ല. ഇവിടെ നടന്നത് മുഴുവനും സംഘപരിവാർ നടത്തുന്ന വേട്ടകളാണ്. ഭരണകൂട ഒത്താശയോടെയാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുകയും ലോകത്തുള്ള ഈ ക്രൈസ്തവ പീഡനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരന്തരം ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, നമ്മുടെ പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ തട്ടിക്കൊണ്ടു പോവുകയാണ്, മതപരിവർത്തനം നടത്തുകയാണ്, സിറിയയ്ക്ക് വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ ആരോപണം വരുന്നു. അക്കാലത്താണ് കേരള സ്റ്റോറി എന്നുള്ള സിനിമ വരുന്നത്. അത് യഥാർത്ഥത്തിൽ വസ്തുതാ വിരുദ്ധമാണെന്നും കേരളത്തിന്റെ അഭിമാനത്തെ തുരങ്കം വെക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കേരളം ഒന്നാകെ അതിനെ എതിർത്തപ്പോഴും സഭാ നേതൃത്വം അത് വിശ്വാസികളായ കുട്ടികൾ കാണണം എന്ന് ശുപാർശ ചെയ്യുകയും പലപ്പോഴും നമ്മുടെ മതപഠന കേന്ദ്രങ്ങളിലൊക്കെ അത് കാണിക്കുകയും ചെയ്തു. ഇല്ലാത്ത ഒരു ഭൂതത്തെ കാട്ടി ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നു. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടുവന്നിട്ട് അതിന്റെ മറയിൽ ഈ സംഘപരിവാർ നടത്തുന്ന അതിക്രമങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് സംഘപരിവാറുമായി തോളോട് തോൾ ചേരാനും തോളത്ത് കൈയിടാനും നമ്മുടെ ആളുകൾ തയ്യാറായതിന്റെ പ്രതിഫലനമാണ് 2024 നാം കണ്ട BJPയുടെ വിജയം. അത് കഴിഞ്ഞ് ഒട്ടുമേ ക്രൈസ്തവനല്ലാത്ത ക്രൈസ്തവ നാമധാരി മാത്രമായ
പണ്ടേ തന്നെ ചെറുപ്പകാലം മുതലേ അതിനെ സംഘപരിവാറിന്റെ ചാണകക്കുഴിയിൽ വീണ ജോർജ് കുര്യനെ പിടിച്ച് കേന്ദ്രമന്ത്രിയാക്കി. ആ കേന്ദ്രമന്ത്രി നിരന്തരം ക്രൈസ്തവർക്കെതിരെയാണ് നിലകൊള്ളുന്നത്. പക്ഷെ നമ്മുടെ ആളുകൾ പേര് കണ്ട്, കുറുക്കന്റെ നീല നിറം കണ്ട് അത് നീലക്കുറുക്കനാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നു. മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെമ്പാടുമുള്ള ക്രൈസ്തവ വേട്ടകളുടെ കണക്ക് 127ആണ്. ഇന്നത് 834. കഴിഞ്ഞ വർഷം അത് 734 2022 അത് 505. എത്ര പെട്ടെന്നാണ് 5-6 മടങ്ങ് ക്രൈസ്തവ വേട്ടകൾ വർദ്ധിച്ചത്. ഇന്ത്യയിലെമ്പാടും ഈ വേട്ട വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. UP-യിൽ മതപരിവർത്തന നിയമം പറഞ്ഞുകൊണ്ട് നിരവധി ക്രൈസ്തവ പുരോഹിതർ ജയിലഴിക്കുള്ളിലാണ്. കഥകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. മധ്യപ്രദേശിൽ അടുത്തുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാർ, പ്രത്യേകിച്ച് മലയാളികളായ നമ്മുടെ നാട്ടുകാരായ 2 കന്യാസ്ത്രീമാർ ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട 2 ശുശ്രൂഷകർ തടവിലായിരിക്കുന്നു. അവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനായി അവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ അപരാധികളായി ചിത്രീകരിക്കപ്പെട്ടാണ് അകത്ത് കിടക്കുന്നത്. അതിനർത്ഥം ഇവർ ശിക്ഷിക്കപ്പെടണമെന്നാണ്. എന്നിട്ട് ഒരു പുറമെ ചിരിച്ചുകൊണ്ട് നമ്മുടെ തോളത്ത് കൈയിടാൻ വരുന്നു. നമ്മുടെ ആളുകൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അതുകൊണ്ടാണ് സഭ തിരിച്ചറിയുന്നില്ല. അറിയുന്നുണ്ടെങ്കിലും അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. കണ്ണടച്ച് കിടക്കുകയാണ്. നാം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ വേട്ടക്കാരൻ രക്ഷകനായി മാറുമെന്നാണ്. ആ വേട്ടക്കാരന്റെ കയ്യിലേക്ക് വിശ്വാസ സമൂഹത്തെ ആകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് പലപ്പോഴും നേതൃതലത്തിലും പ്രഘോഷണ മേഖലയിലുള്ള പലരും ചെയ്യുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് സുവിശേഷ വിരുദ്ധമാണ്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിൽ ആവലാതി പറയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടും എന്നതൊരു വസ്തുതയാണ്. ക്രിസ്തു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആട്ടിൻ തോലണിഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ കണ്ടില്ലെന്ന് നടിക്കരുത്. അത് ഇന്ത്യയുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും. ഇന്ത്യയെ നശിപ്പിക്കും. മതനിരപേക്ഷയെ തകർക്കും. അതുകൊണ്ട് നമുക്ക് സത്യപക്ഷത്ത് നിലയുറപ്പിക്കാൻ പറ്റണം. വർഗീയതയുടെ ഏത് ശക്തിയെയും ഒന്നായി കാണണം. അത് ഇസ്ലാമിസ്റ്റ് ഭീകരതയായാലും സംഘപരിവാർ ഭീകരതയായാലും. എന്ന ഭീകരത എന്ന് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. മതതീവ്രവാദം ഒരു മതമാണ്. ആ മതമാണ് ഇന്ത്യയെ ഭരിക്കുന്നത്, ഇന്ത്യയെ നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്കകത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ പൗരത്വം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കടമയാണ്. ഭരണഘടനയ്ക്ക് അനുസൃതമായി നിൽക്കുക, ഭരണഘടന തകരപ്പെടാതിരിക്കാൻ നിലകൊള്ളുക. ഒപ്പം തന്നെ സ്വർഗരാജ്യത്തിന്റെ ഭാഗമായി വരുന്ന പീഡകളെ നമുക്ക് സ്വീകരിക്കാം. ആ പീഡകൾ സ്വീകരിക്കുമ്പോഴും പീഡയേൽക്കുന്നവരോട് പക്ഷം ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കണം. സത്യപക്ഷത്ത് നിലയുറപ്പിക്കണം. കണ്ണു വേണം ഇരുപുറം എപ്പോഴും. കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണു വേണം ഉള്ളിൽ ജ്വലിക്കും. കണ്ണു വേണം അടയാത്ത കണ്ണ്. ആ അടയാത്ത കണ്ണ് നമുക്കുണ്ടാകണം. ക്രിസ്തുവീക്ഷണത്തോടെ കാര്യങ്ങളെ കാണാൻ പറ്റണം. പീഡകളെ എതിർക്കാനും തോൽപ്പിക്കാനും പോകാനല്ല. ആരാണ് നമ്മെ പീഡിപ്പിക്കുന്നത് തിരിച്ചറിയണം. അങ്ങനെ പീഡിപ്പിക്കുന്ന ചെന്നായെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, വിവേകമതികളാകുന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ രാജ്യത്തെമ്പാടും പീഡിപ്പിക്കപ്പെടും. നാം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തവരായി, വിശ്വസ്തതയില്ലാത്തവരായി കാണപ്പെടുകയും ചെയ്യും. അക്കാര്യം നമുക്ക് ഓർക്കാം. തിരിച്ചറിവില്ലാതെ പോകുന്നു പലപ്പോഴും. എന്നിട്ട് സഭയ്ക്കകത്ത് പരസ്പരം കടിച്ചു കീറുന്നവരായും തല്ലുകൂടുന്നവരായിട്ട് നമ്മൾ മാറുന്നു. കുടുംബത്തിനകത്ത് വഴക്കുണ്ടായാൽ ശത്രുവിനെ ആക്രമിച്ച് കീഴടക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അകമേ നാം സുദൃഢമായ ബന്ധത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്നിട്ട് വേണം എല്ലാവരെയും ശുശ്രൂഷിക്കാൻ. ലോകത്തെ മുഴുവനും ശുശ്രൂഷിക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു സഭാ ശുശ്രൂഷകൻ പറയുകയാണ്, പാകിസ്ഥാനെ നോക്ക്, അവിടെ ശുശ്രൂഷിക്കാൻ സാധ്യമല്ല, എന്നിട്ടും അവിടെ ക്രൈസ്തവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒട്ടുമേ പ്രവർത്തിക്കുന്നില്ല. സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങുന്നില്ല. ഇവിടെ സുവിശേഷം പറയുന്നില്ല എന്ന് പറയുന്നത് സത്യം പറയുന്നില്ല എന്നുകൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിൽ സംഘപരിവാറിനെതിരെ നിലനിൽക്കാൻ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഭരണഘടനയുടെ നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത തിരിച്ചറിയാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട്. നമ്മെ ഏൽപ്പിക്കുന്ന കടമകൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രൈസ്തവരായിട്ട് മാറുക. വിശ്വസ്തതാപൂർവ്വം നാം പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് രാജ്യം, രാഷ്ട്രം. നാം ഇന്ത്യയിലെ ജനങ്ങൾ നമുക്ക് വേണ്ടി നിർമ്മിച്ച് നമുക്ക് തന്നെ സമർപ്പിക്കുന്ന ഭരണഘടന. ആ ഭരണഘടനയെ മാറോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഓരോ വിശ്വാസിക്കും ഭരണഘടന പ്രധാനപ്പെട്ടതാണ്. ആ ബോധം നമുക്കുണ്ടാവണം. രാഷ്ട്രത്തിലുള്ള കടമകൾ നിറവേറ്റാൻ കൂടി നാം വിളിക്കപ്പെടുന്നുണ്ടെന്ന് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കും.
അപ്പോൾ നമ്മുടെ പൗരത്വത്തെക്കുറിച്ച് ബോധം ഉണ്ടാകണം. ഐഹികമല്ലാത്തൊരു രാജ്യത്ത് പൗരത്വമുള്ളവരാണ് നമ്മൾ. അതേസമയം ഇന്ത്യയിലെ പൗരത്വം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജീവിതത്തിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നവരോടുകൂടെ, ക്രിസ്തുവിനെ പ്രതി സാക്ഷ്യം പറയുന്നതിലൂടെ വേദനയേൽക്കുന്നവരോട് കൂടെ പക്ഷം ചേരാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അവർക്ക് കരുത്തു പകരേണ്ടത് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവുമാണ്. ആ ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തികളിൽ അത് വെളിപ്പെടുകയും വേണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അപ്രകാരം വിശ്വസ്തയോടെ വിശേഷത്തിന്റെ വഴിയിൽ മുന്നേറാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിവില്ലാത്ത ലോകത്ത് നിന്ന് തിരിച്ചറിവുകളുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.